കൊച്ചി നഗരസഭയുടെ 59ാം ഡിവിഷൻ ഇടക്കൊച്ചി സൗത്തിൽ വനിതകളുടെ യുവതികളായിട്ടുള്ള വനിതകളുടെ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി ലസിത പീറ്ററാണ് നിലവിൽ UDFന്റെ മണ്ഡലമായ ഈ ഇടക്കൊച്ചി സൗത്ത് 59ാം ഡിവിഷനിൽ മത്സരിക്കുന്നത്. നമസ്കാരം ലസിത പീറ്റർ. നമസ്കാരം. എങ്ങനെ പോകുന്നു ഈ ഒരു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ? വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷം. ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴുള്ള പ്രതികരണമെല്ലാം വളരെ എല്ലാവരും സന്തോഷപൂർവ്വമാണ് നമ്മളെ വരവേൽക്കുന്നത്. ആർക്കും തന്നെ ഒരു എതിർപ്പ് നമ്മളോട് കാണിക്കാനായിട്ടില്ല. വളരെ സന്തോഷത്തിലും നമുക്കൊരു അംഗം എന്ന നിലയിൽ ഏത് വീട്ടിലോട്ടും കയറി ചെല്ലാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലസിത ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനായിട്ടുണ്ടായ കാരണം എന്താണ്? ശരി, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് 1.5 വർഷത്തോളമായി ഞാൻ മണ്ഡലം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ട ഒരു പോസ്റ്റാണിത്. ഇത് വളരെയേറെ ആത്മാർത്ഥമായിട്ടും എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിലവിൽ ഇതൊരു UDFന്റെ മണ്ഡലമാണ് അല്ലെ? UDFന്റെ മണ്ഡലത്തിലെ ആ ഒരു മണ്ഡലം നിലനിർത്തുക, ആ ഒരു ഡിവിഷൻ നിലനിർത്തുക എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് UDF ലസിതയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ നിലവിലുള്ള കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? വളരെയേറെ കുറെ കാര്യങ്ങൾ ഇവിടുത്തെ കൗൺസിലർ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചിട്ടുണ്ട്. വേലിയേറ്റ പ്രശ്നം, പിന്നെ മലിനജല പദ്ധതി പ്ലാന്റ്, പൊതു കളിസ്ഥലം, ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിനെല്ലാം തുടക്കം കുറിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കണം. അഭിലാഷ് നിലവിലെ ഇവിടുത്തെ 59ാം ഡിവിഷനിലെ പഴയ 16ാം ഡിവിഷനിലെ കൗൺസിലർ ആയിരുന്നു. അഭിലാഷിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കുറെ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ച ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്തൊക്കെയായിരുന്നു അതിന്? പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഇടക്കൊച്ചി പഴയ 16ാം ഡിവിഷൻ, ഇപ്പോഴത്തെ നിലവിലെ 59ാം ഡിവിഷൻ ഒരു മാറ്റത്തിന് കാതോർക്കുകയാണ്. ഒട്ടേറെ പദ്ധതികളാണ് നമുക്ക് ഇടക്കൊച്ചിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത്. പ്രധാനമായും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഒരു പൊതു കളിസ്ഥലം എന്നുള്ളത്. അത് തുടക്കം കുറിക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമത് നമ്മുടെ ഡിവിഷനിലെ മുഴുവൻ മലിനജലങ്ങൾ, ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ മലിനജലങ്ങളും ശുചീകരിച്ച് നല്ല വെള്ളമാക്കി മാറ്റുന്ന ഒരു വലിയ പദ്ധതി. കൊതുക് 90% അല്ലെങ്കിൽ 100% വരെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ് കൊച്ചി നഗരസഭയിൽ ഒരു പൈലറ്റ് പദ്ധതിയായിട്ട് നമുക്ക് ഇടക്കൊച്ചിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അത് നഗരസഭയുടെ ഒരു വിഭാവനം ചെയ്ത പദ്ധതിയാണെങ്കിലും നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് അതിന് ഒന്നായി കണ്ടത് നാടിന്റെ ഒരു നല്ല വളർച്ചയിലേക്ക് അത് മാറും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ നിലവിൽ വേലിയേറ്റ വിഷയങ്ങളുണ്ട് നമുക്ക്. അത് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഒട്ടേറെ ആളുകൾ വേലിയേറ്റ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനോടൊപ്പം കഴിഞ്ഞ 5 വർഷം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് കൗൺസിൽ നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ പദ്ധതികൾക്ക് അതിലൊരു തുടക്കം കുറിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനി അവിടെ ചെയ്യേണ്ട തുടർ പദ്ധതികളുണ്ട്. അതിനെല്ലാം പുതിയ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ആ മേഖലയെ പൂർണ്ണമായി ആ വേലിയേറ്റ വിഷയത്തിൽ നിന്ന് അവരെ നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്കുവാൻ പ്രാപ്തിയാക്കുന്നുള്ളവരായി മാറ്റം. വേലിയേറ്റത്തിന്റെ ഒരു തീവ്രതയിൽ സമരരംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നല്ലോ അഭിലാഷിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അത് എത്രത്തോളം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായമായിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാല് ഇടക്കൊച്ചിയിലെ വേലിയേറ്റം, മറ്റു പല പ്രദേശങ്ങളിലും വേലിയേറ്റം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രശ്നം ഒരു പ്രത്യേക വിഭാഗമായി തന്നെ പരിഹരിക്കുവാനായിട്ട് നമ്മുടെ സമരങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് റോഡ് ഉപരോധവും കാര്യങ്ങളും തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നമ്മൾക്കിവിടെ സർക്കാരിൽ നിന്ന് ഈ വേലിയേറ്റ വിഷയത്തിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമായിട്ട് തന്നെയാണ് തുടർച്ചയായി ഒട്ടേറെ സമരങ്ങൾ നമുക്ക് നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചത്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇപ്പൊ ഇറിഗേഷന്റെ പദ്ധതികൾ 2.5 കോടി രൂപയുടെ ഇടക്കൊച്ചിയിലും പെരുമ്പടപ്പിലുമായിട്ട് പദ്ധതികൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരനെ ഏറ്റെടുത്തിട്ടുണ്ട്. താൽക്കാലിക തടയണ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ച് അതിനോടൊപ്പം തന്നെ അവിടെ കൽഭിത്തികൾ, സംരക്ഷണ ഭിത്തികൾ കെട്ടുവാനായിട്ട് സാധിച്ച് അങ്ങനെ പടിപടിയായി നമുക്കവിടെ ആ വേലിയേറ്റ വിഷയങ്ങൾക്ക് പൂർണ്ണമായ ശമനം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം നടത്തി. ഇനി അതിനോടൊപ്പം ചേർന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് പുതിയ കൗൺസിലായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലസിത ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അത് കൃത്യമായി ഞങ്ങള് പാർട്ടി പ്രവർത്തകർ എല്ലാവരും തന്നെ ആ വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ 2ാം ഘട്ടം വീട് കയറിയുള്ള പ്രചരണമെല്ലാം കഴിഞ്ഞപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്?
ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ഈ 2700 വീടുകളും ഞാൻ സ്ഥാനാർത്ഥിയോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം കയറിയായിരുന്നു. 2700 വീടും ഏതാനും നിസ്സാര വീടുകൾ മാത്രമാണ് എനിക്ക് എൻ്റെ സമയപരിമിതി മൂലം കയറുവാനായിട്ട് എനിക്ക് സാധിക്കാതിരുന്നത്. അപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അവർ വളരെ സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും തന്നെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. സ്ഥാനാർത്ഥിക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടി, കൂടെയുള്ള സഹപ്രവർത്തകർക്ക് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ, അവർക്ക് ജീവിതത്തിൽ നേരിടുന്ന ചെറിയതോ വലുതോ ആയ വിഷയങ്ങൾ പോലും ഇടപെട്ടുകൊണ്ടാണ് എൻ്റെ ഒരു കൗൺസിലർ ജീവിതം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിൻ്റെ ഒരു വലിയ ആത്മസംതൃപ്തി എനിക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. ഇനിയിപ്പോ അഭിലാഷ് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക, അതോടൊപ്പം തന്നെ എന്തെല്ലാം വികസന കാഴ്ചപ്പാടുകളാണ് ലസിതയ്ക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്? ഇപ്പോൾ നമ്മുടെ കൗൺസിലർ പറഞ്ഞ പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരിക്കണം. അതായിരിക്കും എൻ്റെ ആദ്യ ലക്ഷ്യം. ഇടക്കൊച്ചിയിലെ നാട്ടുകാരും യുവാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ട ഒരു പദ്ധതിയാണ് പൊതു കളിസ്ഥലം. അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ യുവാക്കൾക്കും നാട്ടുകാർക്കും നല്ലൊരു മാറ്റമായിരിക്കും സംഭവിക്കാനായിട്ട്. അതിന് നേതൃത്വം കൊടുത്തത് അഭിലാഷാണല്ലോ. വളരെ വലിയ ഒരു കുറെ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ ഒരു പൊതു കളിസ്ഥലം എന്നുള്ളത്. അതിന്റെ ആ ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഇടക്കൊച്ചിക്ക് നമ്മൾ കൊടുത്തൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പൊ നിലവിൽ കളിസ്ഥലത്തിന്റെ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ മണ്ണുകൾ നിരത്തുന്ന ജോലി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മണ്ണുകൾ വന്നിട്ട് കൂട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിരത്തി തുടങ്ങും. 4 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ലക്ഷ്യമിടുന്നത്. ഈ പൊതു കളിസ്ഥലം എന്ന് പറയുമ്പോൾ ഇടക്കൊച്ചി മേഖലയിൽ തന്നെ, പള്ളുരുത്തിയിൽ തന്നെ എടുത്തു നോക്കിയാൽ പൊതു കളിസ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. യുവാക്കൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും വന്ന് എത്തിച്ചേരുവാനായിട്ടൊരു ഇടമില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം. അതിന് ഈ കളിസ്ഥല രൂപീകരണത്തോടുകൂടി തന്നെ അത് നല്ലൊരു മാറ്റം ഇടക്കൊച്ചിക്ക് ഉണ്ടാവും. ഒരു പൊതു കളിസ്ഥലം നമ്മുടെ ഡിവിഷൻ കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന തക്ക ഒരു സ്പോർട്സ് കോംപ്ലക്സാണ് കളിസ്ഥലം എന്ന് പറഞ്ഞാൽ. ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, വോളിബോൾ കോർട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഇടമുണ്ട്, പിന്നെ ചെറിയ മിനി പാർക്ക് ഉൾപ്പെടെയുള്ള ചുറ്റും വാക്വേ ഉൾപ്പെടെയുള്ള നല്ലൊരു പദ്ധതിയാണ്. ആ 1,20,00,000 രൂപയുടെ പദ്ധതിയായിട്ട് നമുക്കിവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ വലിയ വികസനങ്ങൾ ഇടക്കൊച്ചിയുടെ വിവിധ മേഖലകളിൽ കൊണ്ടുവന്നു. സ്മാർട്ട് അംഗനവാടി ആണെങ്കിലും ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബും അങ്ങനെ പല പദ്ധതികൾ കൊണ്ടുവന്നു. അത് തുടർന്നു പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ വീണ്ടും ലസിത പീറ്ററിലൂടെ ആവശ്യപ്പെടുന്നത്. ഇടക്കൊച്ചിയുടെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വലക്കുന്ന പ്രശ്നമായിരുന്നു വെള്ളക്കെട്ട്. ഇതെല്ലാം പരിഹരിക്കുവാനുള്ള തുടക്കം ഇവിടെ തുടങ്ങിയെങ്കിൽ അത് കൂടുതൽ ആവശ്യത്തോടു കൂടി അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ലസിത പീറ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആ ഒരു ഭരണ തുടർച്ച ഈ ഡിവിഷനിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് UDF-നെ ഇത്തരത്തില് ഒരു യുവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനായിട്ട് സാഹചര്യമൊരുക്കിയത്. ലസിത പീറ്ററിനും UDF പ്രവർത്തകർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റിബല്ലോ, മെട്രോ 7 ന്യൂസ്.